ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന റെസിപ്പിയാണ് ഒരു നോൺ വെജ്. ഇന്ന് നോൺ വെജ് ആണോ എന്ന് വെച്ചാൽ നോൺ വെജ് അല്ല കേട്ടോ, നല്ല നോൺ വെജിൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെന്താണെന്നല്ലേ പറയാം. പണ്ടൊക്കെ നാട്ടിൽ പറമ്പിലും പിന്നെ ഈ പാടത്തും മരത്തിൻ്റെ മീതെ മരത്തിൻ്റെ താഴത്തും ഒക്കെ മഴ പെയ്തിരുന്നെങ്കിൽ കാണുന്ന ഒരു സാധനമാണ്. പണ്ടൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ കളിക്കാൻ വേണ്ടി പോകുമ്പോൾ പറമ്പിലൊക്കെ കളിക്കുമ്പോൾ ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ മാമൻ്റെ വീട്ടിൽ അവിടെയൊക്കെ കളിക്കാനൊക്കെ പോണ സമയത്ത് അവിടെ നിന്നല്ല, ഞങ്ങളുടെ തന്നെ കളിക്കാൻ പോണ സമയത്ത് അങ്ങോട്ട് പോകണ്ട, അതിൻ്റെ അടുത്തേക്ക് പോകണ്ട, പാമ്പുണ്ടാവും, അത് തൊടാൻ പാടില്ല, അതിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ മണത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കും. ഇതൊക്കെ ഇരുന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണത്. അങ്ങോട്ട് പോകണ്ട, അതിൻ്റെ ചുവട്ടിൽ പാമ്പുണ്ടാവും, ചെറിയ പാമ്പൊക്കെ ആവും അതിൻ്റെ ചുവട്ടിലുണ്ടാവുക, കൊത്തി കഴിഞ്ഞാലേ എന്താ വരിക എന്ന് അറിയില്ല, ചാവും എന്നൊക്കെ പറയും. അങ്ങനെ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ പേടിയാണ്. അതിങ്ങനെ ഈ ചിലത് തീരെ വൃത്തിയുണ്ടാവില്ല, ചിലത് നല്ല തൂവെള്ള നിറത്തിലാണ്. അപ്പോൾ എന്താണെന്ന് കാര്യം മനസ്സിലായി, തൂവെള്ള നിറത്തിലുള്ളത് കൂണ്. അതെ, കൂണ് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് കൂണ്. പക്ഷെ പണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാനൊക്കെ ഭയങ്കര പേടിച്ചിരുന്നു. കുറേ കഴിഞ്ഞിട്ട് എനിക്ക് ഈ സംഭവം മനസ്സിലായത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂണ് പണ്ടുള്ളവർക്ക് കാര്യമായിട്ട് അതിൻ്റെ പറ്റിയിട്ട് അറിവുണ്ടാവില്ല. ചില കൂണ് വെച്ചിട്ട് ചിലത് വിഷാംശമുള്ള കൂണുകളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷെ അതിൽ നല്ലതും ചീത്തത് ഏതാണെന്ന് അറിയാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഈ നല്ല കർക്കിടക മാസത്തിൽ പ്രകൃതിയായിട്ട് നമുക്ക് കനിഞ്ഞു തന്നിട്ടുള്ള ഒരു സാധനമാണ് കൂണ്. ഈ മഴ സീസണിലാണല്ലോ കൂണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഞാൻ തന്നെ വിചാരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല വിറ്റാമിൻസും പ്രോട്ടീനൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ. നോൺ വെജ് കഴിക്കാത്തവരുണ്ടാവും. 10 ദിവസം നോൺ വെജും 10 ദിവസം വെജും 10 ദിവസം നോൺ വെജും പിന്നെ വെജും നോൺ വെജും കൂടിയിട്ട് അങ്ങനെ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ കർക്കിടക മാസം കൊണ്ടുപോകുന്നത്. അതിൽ ഈ വെജ് കഴിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയായിട്ട് കനിഞ്ഞു തന്നിട്ടുള്ളതാണ് കൂണ്. അതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങളുടെ അഭിപ്രായം വേറെയാവും, എൻ്റെ അഭിപ്രായം വേറെയാവും. അപ്പം എൻ്റെ ഒരു തിങ്കാണ് അങ്ങനെ. അപ്പം അത് വെച്ചിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കണ റെസിപ്പി. പലതരം കൂണുകളുണ്ട്. അതിൽ എനിക്ക് ഇവിടെ അവൈലബിളായി കിട്ടിയിട്ടുള്ള കൂണ് വെച്ചിട്ടാണ് ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. പിന്നെ കണ്ടിട്ട് അഭിപ്രായം പറയണം എങ്ങനെയാണെന്ന്. എന്തായാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കണം. അത് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന്. ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണോ നിങ്ങളും ഉണ്ടാക്കണതെന്ന് അറിയില്ല. ഞാൻ കുറച്ച് സിമ്പിളായിട്ട് റെസിപ്പി ആയിട്ടാണ് ഈ കൂടുണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഈ സിമ്പിൾ 2-3 ഐറ്റം ഉള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഈ ചോറിലേക്ക് അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തി, ദോശ അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം. ചോറിലേക്കാണെങ്കിൽ ചട്ടിയിലിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത്തിരി എരിവിൽ കൂടുതലായിട്ടാണ് ഉണ്ടാക്കുക. എരിവ് ഇത്തിരി മുന്നിൽ നിർത്തി ഉണ്ടാക്കിയാലാണ് കൂണിന് ടേസ്റ്റ് കൂടുതൽ. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഒരിത്തിരി എരിവ് ഇഷ്ടപ്പെടുന്ന പേഴ്സൺ ആയാലും കാരണം ഞാൻ ഇത്തിരി എരിവിൽ തന്നെ ഉണ്ടാക്കൽ. അതുകൊണ്ട് എൻ്റെ നാവിൻ്റെ ടേസ്റ്റ് ആവില്ല നിങ്ങളടുത്ത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കുക. എന്നാലും ഒരു പൊടി എരിവ് കൂടുതലാവുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പോവാം. അപ്പോൾ ഞാൻ കൂണൊക്കെ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി കഷ്ണങ്ങളായി നുറുക്കി എടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടാനുസരണത്തിന് നുറുക്കിയെടുക്കാം കേട്ടോ. എങ്ങനെയാണ് വേണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളാണോ ചെറിയ പീസുകളായോ എങ്ങനെയാണെങ്കിലും നമുക്ക് നുറുക്കിയെടുക്കാം. ഞാനിതാ ഒരു 6 പീസായിട്ട് ഒരു മഷ്റൂം അങ്ങനെ ചെറുതാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്, 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ നമ്മുടെ അരിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ. പിന്നെ പൊടികൾ, കുരുമുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം. പിന്നെ വേണ്ടത് ഒലിവ് ഓയിലാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അത് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ഇത് ചൂടായി വന്നതിന് ശേഷം വേണം ഒലിവ് ഓയിൽ ഒഴിക്കാം. ഒലിവ് ഓയിൽ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ചൂടായി വന്നാൽ നമുക്ക് മഷ്റൂം ഇടാം. അപ്പോൾ ഒന്ന് ചൂടാവാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പൊടിയായി അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചെറുങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുങ്ങനായിട്ട്. എന്നിട്ട് ഞാൻ മഷ്റൂം ഈ നമ്മുടെ ഓയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ചൂടായതിന് ശേഷം മഷ്റൂം ഇട്ടിട്ടാണ് നമ്മളത് മഷ്റൂമും ഓയിലും കൂടി ഒലിവ് ഓയിലും കൂടിയിട്ട് കിടന്ന് ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. അപ്പോൾ ഞാനത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണയുടെ അംശമൊക്കെ ആയിക്കോട്ടെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ എന്താ പറയുക, നല്ല ഹെൽത്തി നല്ല ടേസ്റ്റായിട്ട് സംഭവം, ഭയങ്കര സൂപ്പർ സാധനം. ഒരു നല്ല ചൂട് ചോറിനൊപ്പം ഇതും കൂടി ആയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് നല്ലോടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തു. കണ്ടില്ല, ഞാനിതിൽ വെള്ളമേ ഒഴിച്ചില്ല, ഇതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. ആ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ കണ്ടില്ലേ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചപ്പോൾ ഇതിൽ നിറച്ചും വെള്ളമായി. ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി. എന്നിട്ട് കുറച്ചൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഇതിൽ വെള്ളം കുറച്ച് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇതിൽ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കൂടുതൽ ചേർക്കാം. കുരുമുളക് പൊടിയുടെ അളവ് നമുക്ക് നല്ല എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കൂടുതൽ ചേർക്കുക. അതൊക്കെ ചെയ്യും. അപ്പോൾ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, അതുപോലെ ഈ മഷ്റൂം, നമ്മുടെ ഒലിവ് ഓയിൽ, ഇത്ര സാധനങ്ങളാണ് ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ വെള്ളം ഒന്നും കൂടി വറ്റിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഈ വെള്ളത്തിൽ കിടന്നിട്ട് അതൊക്കെ ഒന്ന് വേവണം. അതിൻ്റെ എരിവും നമ്മുടെ പച്ചമുളകിൻ്റെ ഒക്കെ എരിവും നമ്മുടെ ഈ മഷ്റൂമിൽ പിടിക്കണം. ഈ വെള്ളത്തോടൊക്കെ തന്നെ ഇതാവുമ്പോൾ പച്ചമുളകൊക്കെ വേവില്ലേ, അത് അപ്പോൾ ഈ എരിവൊക്കെ ഈ മഷ്റൂമിൽ പിടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ, ആ വെള്ളത്തോടക്കനുള്ള സമയത്ത് തന്നെ ഞാൻ ചേർക്കുന്നത്. അങ്ങനെ വെള്ളം വറ്റണ വരെ, പിന്നെ അടച്ച് വെക്കരുത് കേട്ടോ, വെള്ളം വറ്റണ വരെ ഇളക്കി കൊടുത്ത് വേവിച്ച് വയറ്റിയെടുക്കണം. കണ്ടില്ല, വെള്ളം ഒരു തരി പോലും ഇല്ല. അപ്പം നമ്മുടെ മഷ്റൂം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ചുടാ ചോറിൻ്റെ ഒപ്പോ ചപ്പാത്തിൻ്റെ ഒപ്പം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലവ് യു.